ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോബ് ഹണ്ടറിൻ്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് വിവിധ കമ്പനികളിലെ ഏറ്റവും പുതിയ വേക്കൻസീസുമായിട്ടാണ്. നമ്മുടെ കേരളത്തിലുള്ള വിവിധ കമ്പനികളിൽ ഇപ്പോൾ ഒരുപാട് പൊസിഷനുകളിൽ വേക്കൻസീസ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒരുപാട് പൊസിഷൻ എന്ന് പറയുമ്പോൾ IT മേഖലയിലും നോൺ IT മേഖലയിലും ഒക്കെ ഒരുപാട് വേക്കൻസീസ് വരുന്നുണ്ട്. നോൺ IT മേഖലയിൽ എന്നൊക്കെ പറയുമ്പോൾ സൈലം ഗ്രൂപ്പിൽ ഇപ്പോൾ അക്കൗണ്ട്സ് ട്രെയിനിയുടെ ഒരു ബൾക്ക് ഹയറിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ ഓൾമോസ്റ്റ് അധിക ജില്ലകളിലും വേക്കൻസി വന്നിട്ടുണ്ട്. അതേപോലെ IT മേഖലയിൽ നോക്കുകയാണെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പർ ട്രെയിനി അങ്ങനെയുള്ള ഒരുപാട് പൊസിഷനിൽ വേക്കൻസീസ് വന്നിട്ടുണ്ട്. സോ ഏതൊക്കെ കമ്പനികളിൽ ഏതൊക്കെ പൊസിഷനിലാണ് വേക്കൻസീസ് വന്നിട്ടുള്ളത്, എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്, എന്താണ് അവർ ചോദിക്കുന്ന യോഗ്യത മുതലായ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ ഒരു കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ജോബ് വേക്കൻസീസ് അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ലഭിക്കാനായിട്ട് നിങ്ങൾ ആ ഒരു ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു റിക്രൂട്ട്മെന്റ് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഏറ്റവും ആദ്യം വന്നിട്ടുള്ള വേക്കൻസി എന്ന് പറയുമ്പോൾ നമ്മുടെ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ഓപ്പറേഷൻസ് ആൻഡ് സർവീസസ് ലിമിറ്റഡിലാണ്. അവിടെ ടെലി കോളറിന്റെ വേക്കൻസി വന്നിട്ടുണ്ട്. ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്ക്, ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. എക്സ്പീരിയൻസ് കാര്യങ്ങളൊന്നും അവർ ചോദിക്കുന്നില്ല. ഈവൻ നിങ്ങൾ ഫ്രഷേഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇംഗ്ലീഷിൽ അതേപോലെ ഹിന്ദിയിൽ രണ്ടിലും നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണമെന്നാണ് അവർ ചോദിക്കുന്ന യോഗ്യത. ഒരു വാക്കിൻ ഇന്റർവ്യൂ വഴിയാണ് ഇതിന്റെ സെലക്ഷൻ വരുന്നത്. പൊസിഷന്റെ പേര് ടെലികോളർ ആണ്. വാക്കിൻ ഇന്റർവ്യൂ നടക്കുന്ന തീയതി മാർച്ച് 18 മുതൽ മാർച്ച് 20 വരെ രാവിലെ 10 മണി ടു ഈവനിങ് 3 മണി വരെയാണ് ഇതിന്റെ വാക്കിൻ ഇന്റർവ്യൂ നടക്കുന്നത്. വെന്യൂ വരുന്നത് SIBOSL ഫസ്റ്റ് ഫ്ലോർ, ഷാനു ടവേഴ്സ്, നിയർ മെട്രോ സ്റ്റേഷൻ, കളമശ്ശേരി, കൊച്ചി. അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റും കോൺടാക്ട് നമ്പറും കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ചവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഇതാണ് ആദ്യം വന്നിട്ടുള്ള വേക്കൻസി. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് ജിയോജി ടെക്നോളജീസിലാണ്. ജിയോജി ടെക്നോളജീസിൽ ഇപ്പോൾ ജൂനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ട്രെയിനിയുടെ വേക്കൻസി വന്നിട്ടുണ്ട്. BTech, BE, BCA അല്ലെങ്കിൽ BSc കമ്പ്യൂട്ടർ സയൻസിലോ IT കഴിഞ്ഞവർക്കൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. എക്സ്പീരിയൻസ് ആവശ്യമില്ല. ട്രെയിനി പൊസിഷനിലേക്കാണ്. സ്കിൽസ് അവർ ചോദിക്കുന്നുണ്ട്. ആംഗുലർ, ജാവ, SQL, ഫ്ലട്ടറിൽ ആ ഒരു ഡെവലപ്പർ മേഖലയിലൊക്കെയാണ് അവർ സ്കിൽ സെറ്റ്സ് ചോദിക്കുന്നത്. സെയിം കമ്പനിയിൽ തന്നെ ജൂനിയർ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് DevOps ട്രെയിനിയുടെ വേക്കൻസി വന്നിട്ടുണ്ട്. ലിനോക്സ്, ഡോക്കർ, അഷ്വർ DevOps, CI/CD ഇതിലൊക്കെയാണ് അവർ സ്കിൽസ് ചോദിക്കുന്നത്. ഒരു റെലവൻറ്റ് സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സബ്ജക്ട് ടാഗിൽ ആ ഒരു പൊസിഷൻ്റെ പേരുകൂടി മെൻഷൻ ചെയ്യുക. നിങ്ങൾ ജൂനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ട്രെയിനിയിലേക്കാണോ, അതല്ലെങ്കിൽ ജൂനിയർ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് DevOps ട്രെയിനിയിലേക്കാണോ, ഏത് പൊസിഷനിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് ആ ഒരു പൊസിഷൻ്റെ പേര് സബ്ജക്ട് ടാഗിൽ മെൻഷൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV ഈ കാണുന്ന ഇവരുടെ HR ഒഫീഷ്യൽ ഇമെയിൽ IDയിലേക്ക് അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത വേക്കൻസി ഒരു വർക്ക് ഫ്രം ഹോം ഓപ്പർച്യൂണിറ്റി ആണ്. സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിലാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത്. പബ്ലിക് റിലേഷൻസ് ഓഫീസറിന്റെ വേക്കൻസിയാണ്. വനിതകൾക്കാണ് ഈ ഒരു അവസരം വന്നിട്ടുള്ളത്. ആഴ്ചയിൽ ഒരു ദിവസം ഓഫീസിൽ വരണമെന്ന് അവർ പറയുന്നുണ്ട്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV ഈ കാണുന്ന ഇവരുടെ HR ഒഫീഷ്യൽ ഇമെയിൽ IDയിലേക്ക് അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വർക്ക് ലൊക്കേഷൻ വരുന്നത് കാലിക്കറ്റിലാണ്. അടുത്ത വേക്കൻസി സൈലം ഗ്രൂപ്പിലാണ്. സൈലം ഗ്രൂപ്പിൽ ഇപ്പോൾ ഒരു ബൾക്ക് വേക്കൻസി വന്നിട്ടുണ്ട്. അക്കൗണ്ട്സ് ട്രെയിനി എന്ന പൊസിഷനിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. BCom, MCom, MBA കഴിഞ്ഞവർക്കൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. എക്സ്പീരിയൻസ് കാര്യങ്ങൾ ആവശ്യമില്ല. വർക്ക് ലൊക്കേഷൻ വരുന്നത് കോഴിക്കോടിലുണ്ട്, തൃശ്ശൂരിലുണ്ട്, കണ്ണൂരിലുണ്ട്, ട്രിവാൻഡ്രത്തുണ്ട്, മലപ്പുറം, കോട്ടയം മുതലായ ജില്ലകളിലൊക്കെ വേക്കൻസി ഉണ്ട്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അവരൊരു കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV അയച്ചു കൊടുക്കാൻ ഒരു ഇമെയിൽ IDയും കൊടുത്തിട്ടുണ്ട്. സോ ഒരു ഇമെയിൽ IDയിലേക്ക് നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത വേക്കൻസി ജിയോജി ടെക്നോളജീസ് എന്ന് പറയുന്ന കമ്പനിയിലാണ്. വിവിധ പൊസിഷനുകളിൽ വേക്കൻസി ഉണ്ട്. സീനിയർ ബിസിനസ് അനലിസ്റ്റ്, ക്വാളിറ്റി അഷുറൻസ് എഞ്ചിനീയർ, ടീം ലീഡ്, SQL ഡെവലപ്പർ അങ്ങനെ ഈ 4ഓളം പൊസിഷനുകളിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഞാൻ എല്ലാത്തിൻ്റെയും എക്സ്പീരിയൻസ് വായിച്ച് പോകുന്നില്ല, കാരണം നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീനിൽ തന്നെ ഓരോ പൊസിഷൻ്റെയും നേരെ കാണാവുന്നതാണ്. എത്രയാണ് അവർ ചോദിക്കുന്ന എക്സ്പീരിയൻസ്, അതുപോലെ എന്ത് സ്കിൽസ് ആണ് അവർ ചോദിക്കുന്നത്. സോ ഒരു എക്സ്പീരിയൻസും ആ ഒരു സ്കില്ലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV അയച്ചു കൊടുക്കുക. അയച്ചു കൊടുക്കേണ്ട ഇമെയിൽ ID വരുന്നത് ഇതാണ്. ഈ ഒരു ഇമെയിൽ IDയിലേക്ക് നിങ്ങളുടെ CV അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് ടിഗാബിറ്റ്സ് എന്ന് പറയുന്ന കമ്പനിയിലാണ്. ബിസിനസ് ഡെവലപ്മെന്റ് റെപ്രസെന്റേറ്റീവിന്റെ വേക്കൻസിയാണ്. നോൺ IT മേഖലയിലുള്ള ഒരു വേക്കൻസി ആണത്. ഫ്രഷേഴ്സിനും അതേപോലെ 1 ഇയർ വരെ ഒരു സമാന മേഖലയിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ CV ഈ കാണുന്ന ഇവരുടെ HR ഒഫീഷ്യൽ ഇമെയിൽ IDയിലേക്ക് അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്.
അടുത്ത വേക്കൻസി ബസാം ഇൻഫോടെക് എന്ന് പറയുന്ന കമ്പനിയിലാണ്. ഓഡോ ഡെവലപ്പേഴ്സിന്റെ വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. ഫ്രഷേഴ്സിനല്ല, എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ്സിന്റെ വേക്കൻസി ആണ്. 2 വർഷം മുതൽ 5 വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. വർക്ക് ലൊക്കേഷൻ വരുന്നത് കാലിക്കറ്റ് ആണ്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അവർ അയച്ചു കൊടുക്കാനുള്ള, നിങ്ങളുടെ CV അയച്ചു കൊടുക്കാനുള്ള ഇമെയിൽ ID കൊടുത്തിട്ടുണ്ട്. hrd@basaminfotech.com എന്നാണ്. നിങ്ങൾ ഈ ഒരു ഇമെയിൽ ID നോട്ട് ചെയ്യുക. ഈ ഒരു ഇമെയിൽ IDയിലേക്കാണ് നിങ്ങളുടെ CV അയച്ചു കൊടുക്കേണ്ടത്. അടുത്ത വേക്കൻസി ടിഗാബിറ്റ്സ് എന്ന് പറയുന്ന കമ്പനിയിൽ തന്നെയാണ്. സെയിൽസ് ഇന്റേണിന്റെ വേക്കൻസി ഉണ്ട്. എക്സ്പീരിയൻസ് ആവശ്യമില്ല. ഇന്റേൺ പൊസിഷനിലാണ് അവർ ഹയർ ചെയ്യുന്നത്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഒരു സമാന മേഖലയിലൊക്കെ നിങ്ങൾക്ക് ഒരു താല്പര്യമുണ്ടെങ്കിൽ, സ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ CV അയച്ചു കൊടുക്കേണ്ട ഇമെയിൽ ID വരുന്നത് careers@tigabits.com എന്നാണ്. അടുത്ത വേക്കൻസി ബസാം ഇൻഫോടെക് എന്ന് പറയുന്ന കമ്പനിയിൽ തന്നെയാണ്. ഓഡോ ഡെവലപ്പേഴ്സിന്റെ വേക്കൻസി ആണ് വന്നിട്ടുള്ളത്. 2 to 5 years ഓഫ് എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. വർക്ക് ലൊക്കേഷൻ കാലിക്കറ്റ് ആണ്. ഇമെയിൽ ID, അതായത് നിങ്ങളുടെ CV അയച്ചു കൊടുക്കേണ്ട ഇമെയിൽ ID സെയിം തന്നെയാണ്, hrd@basaminfotech.com എന്നാണ്. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് മലബാർ ഗ്രൂപ്പിന്റെ ഒരു വെഞ്ചറായ പ്ലയാസയിലാണ്. സീനിയർ അക്കൗണ്ടന്റ്, അതേപോലെ അക്കൗണ്ടന്റ് പൊസിഷനിൽ വേക്കൻസി വന്നിട്ടുണ്ട്. 1 വർഷം മുതൽ 4 വർഷം വരെ അക്കൗണ്ടന്റ് മേഖലയിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഫിനാൻസ് ഓർ അക്കൗണ്ടിംഗ് ആണ് ചോദിക്കുന്നത്. അത് BCom, CA, MCom, MBA ഫിനാൻസ് ഒക്കെ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വർക്ക് ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരമാണ്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ CV അയച്ചു കൊടുക്കേണ്ട ഇമെയിൽ ID വരുന്നത് hr@playasa.com എന്നാണ്. S അല്ല, നോട്ട് ചെയ്യുക, PLAYAZA.com എന്നാണ്. അടുത്ത വേക്കൻസി നമ്മുടെ കേരള ഗവൺമെന്റ് സ്റ്റാർട്ടപ്പ് മിഷനിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. വിവിധ പൊസിഷനുകളിൽ വേക്കൻസി വന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് ഫെലോഷിപ്പിന്റെ വേക്കൻസി, ഫെലോഷിപ്പ് മേക്കർ ഇക്കോസിസ്റ്റമിൽ ഫെലോഷിപ്പിന്റെ പൊസിഷനിൽ വേക്കൻസി ഉണ്ട്. അതുപോലെ ഗ്രാഫിക് ഡിസൈനറിന്റെ ഇന്റേൺഷിപ്പ് വേക്കൻസി ഉണ്ട്. ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി തന്നെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. startupmission.kerala.gov.in എന്നാണ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വരുന്നത്. അതിവിടെ കരിയർ സെക്ഷനിൽ കയറിയാൽ നിങ്ങൾക്ക് ഒരു വേക്കൻസി കാണാൻ സാധിക്കുന്നതാണ്. ഇതിനൊരു ലാസ്റ്റ് ഡേറ്റ് വരുന്നുണ്ട്, മാർച്ച് 21 അതിന് മുന്നേ അപ്ലൈ ചെയ്യുക. അടുത്ത വേക്കൻസി ഗ്രിഡ്സ്റ്റോൺ എന്ന് പറയുന്ന കമ്പനിയിലാണ്. ഗ്രിഡ്സ്റ്റോൺ എന്ന് പറയുന്ന കമ്പനിയിൽ ഒരു സീനിയർ മോസ്റ്റ് പൊസിഷനിൽ വേക്കൻസി ഉണ്ട്. IT ഡെലിവറി മാനേജറിന്റെ വേക്കൻസിയാണ്. 10+ years ഒക്കെ ഒരു IT ഡെലിവറി മാനേജർ റോളിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഒരു വേക്കൻസി ആണുള്ളത്. വർക്ക് ലൊക്കേഷൻ 2 സ്ഥലത്ത് വേക്കൻസി ഉണ്ട്. കാലിക്കറ്റിലും ഉണ്ട്, കൊച്ചിയിലും ഉണ്ട്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു വേക്കൻസിയെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കുന്നതാണ്. gridstone.com എന്നാണ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വരുന്നത്. അടുത്ത വേക്കൻസി നമ്മുടെ നമ്മുടെ ഇൻഫോ പാർക്കിലാണ്. ബട്ട് ഇൻഫോ പാർക്ക് കൊരാട്ടി തൃശ്ശൂരിലാണ്. ഫ്രഷേഴ്സിനുള്ള ഒരു അവസരമാണ്. കീ അക്കൗണ്ട് മാനേജറിന്റെ വേക്കൻസി ഉണ്ട്. ഫ്രഷർ ടു 1 year വരെ എക്സ്പീരിയൻസ് എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. 9 മണി ടു രാവിലെ 6 മണി വരെയാണ് ഷിഫ്റ്റ് ടൈമിംഗ്. അത് പ്രത്യേകം നോട്ട് ചെയ്യാം. വർക്ക് ഫ്രം ഓഫീസ് ആണ്. ഇനി ഡിഗ്രി കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പ്രിഫറിംഗ് മെയിൽ കാൻഡിഡേറ്റ്സിനെയാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണമെന്നവർ പറയുന്നുണ്ട്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ CV അയച്ചു കൊടുക്കേണ്ട ഇമെയിൽ ID വരുന്നത് careers@mapletechspace.com എന്നാണ്. അടുത്ത വേക്കൻസി ഒരു മീഡിയയിലാണ്. നമ്മുടെ മീഡിയ വൺ ചാനലിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. മീഡിയ സെയിൽസ് പ്രൊഫഷണൽസിന്റെ വേക്കൻസി ആണ് വന്നിട്ടുള്ളത്. മീഡിയ വൺ TVയിലാണ് ഈ വേക്കൻസി വന്നിട്ടുള്ളത്. കോഴിക്കോട്, കൊച്ചി, ട്രിവാൻഡ്രം മുതലായ സ്ഥലങ്ങളിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. 4 മുതൽ 5 വർഷം ഡിജിറ്റൽ മീഡിയ സെയിൽസിൽ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ CV അയച്ചു കൊടുക്കേണ്ട ഇമെയിൽ ID വരുന്നത് careers@media1tv.in എന്നാണ്. ഇതിനും ഒരു ലാസ്റ്റ് ഡേറ്റ് വരുന്നുണ്ട്. മാർച്ച് 22 ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അതിൻ്റെ മുന്നേ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത വേക്കൻസി വന്നിട്ടുള്ള കമ്പനിയുടെ പേര് ഹയർ യു സൂൺ എന്നാണ്. അവിടെ ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ്സിന്റെ വേക്കൻസി ആണ് വന്നിട്ടുള്ളത്. ഈ ഒരു കമ്പനി വർക്ക് ചെയ്യുന്നത് നമ്മുടെ കാലിക്കറ്റിലുള്ള ഹൈലൈറ്റ് ബിസിനസ് പാർക്കിലാണ്. 2 വേക്കൻസി ആണുള്ളത്. ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവിന്റെ വേക്കൻസി ആണ്. ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ആവശ്യമില്ല. ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാം എന്നവർ പറയുന്നുണ്ട്. ലീഡ് ജനറേഷൻ ആണ് ബേസിക്കലി നിങ്ങളുടെ ഒരു ജോലി വരുന്നത്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ CV അയച്ചു കൊടുക്കേണ്ട ഇമെയിൽ ID വരുന്നത് admin@hireyousoon.com എന്നാണ്. അടുത്ത വേക്കൻസി നമ്മുടെ കേരള ഗവൺമെന്റ് കേരള സ്റ്റാർട്ടപ്പ് മിഷനിലാണ്. പ്രോഗ്രാം മാനേജറിന്റെ വേക്കൻസി ഉണ്ട്. അതേപോലെ എഞ്ചിനീയർ മാനുഫാക്ചറിംഗിൽ വേക്കൻസി ഉണ്ട്. അസിസ്റ്റന്റ് മാനേജർ ഓപ്പറേഷൻസിലും വേക്കൻസി ഉണ്ട്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. കരിയർ സെക്ഷനിൽ പോയാൽ ഈ ഒരു വേക്കൻസീസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. പ്രത്യേകം നോട്ട് ചെയ്യുക. മാർച്ച് 21 ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അടുത്ത വേക്കൻസി നമ്മുടെ തൃശ്ശൂർ ഇൻഫോ പാർക്കിലുള്ള മാപ്പിൾ ടെക്സ്പേസ് എന്ന് പറയുന്ന കമ്പനിയിൽ തന്നെയാണ്.
ഗ്രാഫിക് ഡിസൈനറിന്റെ വേക്കൻസി ഉണ്ട്. അത് UI UXലാണ് ചോദിക്കുന്നത്. ഗ്രാഫിക് ഡിസൈനർ, മോഷൻ ഗ്രാഫിക്സിലും വേക്കൻസി ഉണ്ട്. ഗ്രാഫിക് ഡിസൈനറിൽ തന്നെ ഇന്റേണും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫ്രഷേഴ്സിന് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇന്റേൺ 0 to 1 year വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. മറ്റുള്ള പോസ്റ്റിലേക്ക് 1 to 3 years ആണ് അവർ ചോദിക്കുന്ന എക്സ്പീരിയൻസ്. ഷിഫ്റ്റ് ടൈമിംഗ് 1 മണി to 10 മണിയാണ് അവരുടെ ഷിഫ്റ്റ് ടൈമിംഗ് വരുന്നത്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ CV അയച്ചു കൊടുക്കുക. ഇമെയിൽ ID വരുന്നത് careers@mapletechspace.com എന്നാണ്. അടുത്ത വേക്കൻസി ഗ്രിഡ്സ്റ്റോൺ എന്ന് പറയുന്ന കമ്പനിയിൽ തന്നെയാണ്. സീനിയർ പ്രോഡക്റ്റ് അനലിസ്റ്റിന്റെയും വേക്കൻസി ഉണ്ട്. 4 വർഷം 4+ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 5 വേക്കൻസി ഉണ്ട്. കാലിക്കറ്റിലും കൊച്ചിയിലും ട്രിവാൻഡ്രത്തുമായിട്ടാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് കരിയർ സെക്ഷനിൽ വേക്കൻസിയെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ സാധിക്കുന്നതാണ്. സോ നല്ലൊരു അവസരമാണ്. നമ്മുടെ കേരളത്തിലെ വിവിധ കമ്പനികളിലായിട്ടാണ് ഇത്രയും വേക്കൻസി വന്നിട്ടുള്ളത്. ഫ്രഷേഴ്സിനും അതേപോലെ എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ്സിനും ഒക്കെ ആയിട്ട് ഒരുപാട് വേക്കൻസി IT മേഖലയിലും non-IT മേഖലയിലും വന്നിട്ടുണ്ട്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ ലാസ്റ്റിലേക്ക് വെക്കാതെ മാക്സിമം പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ, ഈ ഒരു വേക്കൻസി അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.